ഹായ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് വൺ. എൻ്റെ എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മാം ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അല്ലെ. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഇതിന്റെ മുന്നേ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് ആ കോണ്ടന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എല്ലാം മനസ്സിലായി, ടീച്ചർ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തരുന്ന ഹോംവർക്സ് എഴുതാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് ക്ലിയർ ആയി കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്സേ, ഈ ഒരു ടോപ്പിക് നമ്മുടെ ബോർ മാതൃക അല്ലെങ്കിൽ ബോർ അറ്റോമിക് മോഡൽ ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? ആ ഒരു ഏരിയയും കൂടിയേ എനിക്ക് ഇനി മനസ്സിലാക്കാനുള്ളൂ, ഇച്ചിരിയും കൂടി ഒന്ന് ക്ലിയർ ആവാനുള്ളൂ. അതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് സെറ്റ് ആണെന്ന് പറഞ്ഞ് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ അതേപോലെ എൻ്റെ ഒരുപാട് മക്കൾ അവിടെ ഉണ്ടാവും അല്ലേ, നിങ്ങൾ ചോദിക്കാൻ മടിച്ചിരിക്കുന്നവരായിരിക്കും. സോ ഒരാൾക്ക് പോലും കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ബുദ്ധിമുട്ടാവരുത്, അതിൽ ഒരു ടോപ്പിക്കും പോലും നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ ഇന്ന് ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുമാത്രമാണ്? ഓരോരോ എലമെന്റുകളുടെ ബോർ മാതൃക, ബോർ അറ്റോമിക് മോഡൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് 2, 3, 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സിമ്പിൾ ആണെങ്കിലും ആള് ഭയങ്കര പവർഫുൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന്റെ മുന്നേ അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു എലമെന്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു, അതിന്റെ സിമ്പിൾ തന്നു, അതിന്റെ മുകളിലും താഴെ കുറച്ച് നമ്പർ തന്നു. ആ നമ്പറിൽ ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്ന് ആദ്യം നമ്മൾക്ക് തിരിച്ചറിയണം അല്ലെ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ 4 മാർക്കാവട്ടെ, 3 മാർക്കാവട്ടെ, 2 മാർക്കാവട്ടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ ആദ്യം ആ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ പ്രതീകം അഥവാ സിമ്പിൾ എടുത്തിട്ടുണ്ട് അല്ലെ. സിമ്പിളിന്റെ ഇടതുവശത്ത് മുകളിൽ എന്താണ്? ഒരു സൂപ്പർ സ്ക്രിപ്റ്റ്. ഇടതുവശത്ത് മുകളിൽ തന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ സൂപ്പർ സ്ക്രിപ്റ്റ്. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്, സോഡിയം ആണ്. സോഡിയത്തിന് എവിടെ നിന്നാണ് എൻ എന്ന് പറഞ്ഞ സിമ്പിൾ കിട്ടിയത്? ലാറ്റിൻ നെയിമായ നാട്രിയത്തിൽ നിന്നാണ് അല്ലെ. നാട്രിയം ഫസ്റ്റത്തെ 2 ലെറ്റേഴ്സ് എടുത്തു, എൻ എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ സിമ്പിളിന്റെ മുകളിൽ നിങ്ങൾ കണ്ടോ ഒരു 23 എന്ന് പറഞ്ഞൊരു നമ്പർ, അതിനെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മുകളിലുള്ള നമ്പറിനെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നും, ഈ സിമ്പിളിന്റെ താഴെ ഇടതുവശത്ത് താഴെ തന്നിരിക്കുന്നതിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്നുമാണ് പറയുന്നത്. ഏതാണ്? ഈ സിമ്പിളിന്റെ താഴെ തന്നിരിക്കുന്ന നമ്പറിനെ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്താണെന്നും സബ്സ്ക്രിപ്റ്റ് എന്താണെന്നും എന്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ് ഇതിൽ ഏതാണ് അറ്റോമിക് നമ്പർ, ഇതിൽ ഏതാണ് മാസ് നമ്പർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മുടെ ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 26 ആൽഫബറ്റ്സ് ഉണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ആൻഡ് സി അല്ലെ. സി എന്ന് പറയുന്നത് നമ്മുടെ സെഡ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? സി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ആൽഫബറ്റ്സിനെ ഒക്കെ എടുത്തിട്ടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എഴുതുകയാണ്. ഞാൻ എ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് എഴുതുകയാണേ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം കേട്ടോ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ആൻഡ് സെഡ് അല്ലെ. വൈ ആൻഡ് സി, വൈ ആൻഡ് സെഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്താ എയും സെഡ് മാത്രം എഴുതിയിരിക്കുന്നത്? 26 ലെറ്റേഴ്സ് ഇല്ലേ? നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ എയും സെഡും മാത്രം എഴുതിയത്, മുകളിൽ നിന്ന് താഴത്തേക്ക് എഴുതിയത്. എ മുകളിലും താഴെ സെഡുമാണ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കുക, നമുക്ക് തന്നിരിക്കുന്ന സിമ്പിളിന്റെ മുകളിൽ എഴുതിയ നമ്പർ ഇല്ലേ, ഈ മുകളിൽ എഴുതിയ നമ്പർ ഈ തന്നിരിക്കുന്ന 23 എന്ന് പറയുന്നത് എ ആണ്. ഇനി അടുത്തത് സിമ്പിളിന്റെ താഴെ തന്നിരിക്കുന്ന 11 ഇല്ലേ, ഈ 11 എന്ന് പറയുന്നത് സെഡ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ മാസ് നമ്പർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? മാസ് നമ്പർ. ഇനി സെഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അറ്റോമിക് നമ്പർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അറ്റോമിക് നമ്പർ. ഇത്രയേ ഉള്ളൂ. ഏതൊരു സിമ്പിളിനെയും മുകളിൽ തന്ന നമ്പറിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? മാസ് നമ്പർ. മാസ് നമ്പറിനെ നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്?
എ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ സിമ്പിളിൽ താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലെ, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. അത് ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? Z. ഓക്കെ, അവസാനത്തെ ലെറ്റർ ആയ Z ഉപയോഗിച്ചിട്ടാണ്. Z എന്ന് പറയുന്നത് ആരാണ്? അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, എ മുതൽ Z, എ മുകളിലാണ്, Z താഴെയാണ്. ആ മുകളിലുള്ള നമ്പർ എ ആണ്. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അറ്റോമിക് നമ്പറിന്റെ സ്റ്റാർട്ടിങ് എ അല്ലേ, അതുകൊണ്ട് മുകളിലുള്ള എ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, മാസ് നമ്പറിനെയാണ് നമ്മൾ എ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക് നമ്പറിനെ നമ്മൾ Z ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എ ഇത്രയാണെന്നും Z ഇത്രയാണെന്നും തന്നിട്ടുണ്ടാവും. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോർ മാതൃക വരയ്ക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ 18 എലമെന്റുകളെ കാണാം അല്ലെ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ എന്ന് പറഞ്ഞിട്ട് 18 എലമെന്റുകളെ കാണാം. റാൻഡം ആയിട്ട് നമുക്ക് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒക്കെ ബോർ മാതൃക നമുക്ക് ഇന്നത്തെ ഈ ഒറ്റ ക്ലാസ്സിൽ വരച്ചു നോക്കാം. സോ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഹംബിൾ ആയിട്ടുള്ള ഒരാളാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ താഴെ മുകളിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാം അല്ലെ. മാസ് നമ്പർ ഏതാണ്? മുകളിലുള്ളതാണ് അല്ലേ. ഈ മുകളിൽ തന്നിരിക്കുന്നതാണ് മാസ് നമ്പർ, ഈ താഴെ തന്നിരിക്കുന്നതാണ് അറ്റോമിക് നമ്പർ എന്ന് ഒറ്റയടിക്ക് നമ്മൾ കണ്ടുപിടിച്ചു. പരീക്ഷയിൽ ചോദിക്കും മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി ബോർ മാതൃക വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, ഇലക്ട്രോൺ വിന്യാസം അറിയണം. ഇവിടെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എത്രയാണ് വരുന്നത്? 1 എന്നാണ് വരുന്നത് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഷെല്ലില്, K ഷെല്ലില് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്ന് എഴുതി. ഇനി ബോർ മാതൃക വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഒരു ന്യൂക്ലിയസ് വരയ്ക്കുന്നു അല്ലെ. ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം ഇവിടെ ഒരു ഷെല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഷെല്ല് മാത്രം ഞാൻ വരച്ചു. ആ ഒരു ഷെല്ലില് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഞാൻ വരച്ചു. ഇത്രയേ ഉള്ളൂ. ഈ ബോർ മാതൃക കംപ്ലീറ്റ് ആണോ? അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും ന്യൂക്ലിയസിന്റെ അകത്ത് എഴുതണം. കാരണം ന്യൂക്ലിയസിന്റെ അകത്ത് ഈ പ്രോട്ടോൺ ചേട്ടനും ന്യൂട്രോൺ ചേട്ടനും ഭയങ്കര സേഫ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടോണുകളുടെ എണ്ണവും എഴുതണം, ന്യൂട്രോണുകളുടെ എണ്ണവും എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, പിയും എന്നും സ്മോൾ ലെറ്റേഴ്സ് ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതരുത്. പിയും എന്നും സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും. ഇവിടെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആയതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം 1 എന്ന് എഴുതുന്നു. ഈ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, സിമ്പിൾ ആണ് കേട്ടോ. ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്നു. അത് ഏതൊരു മൂലകവും, അത് ഏതൊരു എലമെന്റ് ആണെങ്കിലും മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടി. ഇവിടെ 1 ആണ്. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ യെസ്, നിങ്ങളുടെ മനസ്സിലുള്ള അതേ കാര്യം തന്നെ, 0 ആണ്. ന്യൂട്രോണുകൾ ഇല്ല. ആർക്ക്? ഹൈഡ്രജന് ന്യൂട്രോൺ 0 ആണ്. ന്യൂട്രോണുകൾ ഇല്ല എന്നാണ് അർത്ഥം. സോ നമ്മൾ വരച്ചല്ലോ ആദ്യത്തെ ആളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരാളെ എടുക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ലിഥിയം എടുത്തു. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം മൂന്നാമത്തെ ആളാണ്. ഇതിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് 7ഉം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3ഉം ആണ്. നമ്മൾ പഠിച്ച മുകളിലുള്ളത് മാസ് നമ്പർ 7 ആണ്, താഴെയുള്ളത് അറ്റോമിക് നമ്പർ ആണ്. ഇനി നമ്മൾ ബോർ മാതൃക വരയ്ക്കണമെങ്കിൽ എന്തറിയണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് ആദ്യത്തെ ഷെല്ലില് നമുക്ക് ആദ്യത്തെ ഷെല്ലിൽ എത്രയുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. K ഷെല്ലിൽ 2, L ഷെല്ലിൽ 1. ഇനി നമുക്ക് ഈസി ആയിട്ട് ബോർ മാതൃക വരയ്ക്കാലോ. യെസ്, ഇവിടെ ഞാൻ വരച്ചു. ആദ്യം ന്യൂക്ലിയസ് വരച്ചു, ന്യൂക്ലിയസിന് തൊട്ടടുത്ത് ഫസ്റ്റ് ഷെല്ല് വരച്ചു, K ഷെല്ല് വരച്ചു. 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ കൊടുത്തു. രണ്ടാമത്തത് ഞാൻ L ഷെല്ല് വരച്ചു, അതിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 ഇലക്ട്രോൺ കൊടുത്തു. പ്രോട്ടോണും ന്യൂട്രോണും എഴുതാൻ മറക്കരുത്. പ്രോട്ടോണും ന്യൂട്രോണും എങ്ങനെ എഴുതാ? P എന്ന് എഴുതി അല്ലെ. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണോ അറ്റോമിക് നമ്പർ, എത്രയാണോ ഇലക്ട്രോണുകളുടെ എണ്ണം, അത്ര തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, 7ൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്തു അല്ലെ. 7ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 4 ആണ്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. പരീക്ഷയ്ക്ക് എടുത്തെടുത്ത് ചോദിക്കും ന്യൂട്രോണുകളുടെ എണ്ണം എത്ര കണ്ടുപിടിച്ചു, പ്രോട്ടോണുകളുടെ എണ്ണം എത്ര കണ്ടുപിടിച്ചു. ബോർ മാതൃക വരയ്ക്കാൻ പറഞ്ഞു, ബോർ മാതൃക വരച്ചു. നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്താലോ. യെസ്, അടുത്ത എക്സാമ്പിൾ നൈട്രജൻ ആണ്. 714 എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്
യെസ്, 14 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും 7 7 അറ്റോമിക് നമ്പർ. 7 ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് അർത്ഥം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ വരുന്നത്? ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ കൊടുത്തു, രണ്ടാമത്തെ ഷെല്ലില് ബാക്കിയുള്ള 5 ഇലക്ട്രോൺസ് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? KL എന്ന് എഴുതിട്ടോ. ആദ്യത്തെ ഷെല്ലില് 2, രണ്ടാമത്തെ ഷെല്ലില് 5. ബോർ മാതൃക വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ന്യൂക്ലിയസ് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ 2 ഷെല്ല് വരച്ചു. ആദ്യത്തെ ഷെല്ലില് K ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് 5 ഇലക്ട്രോൺ. 1 2 3 4 5 ഇലക്ട്രോണുകൾ വരച്ചു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എഴുതുകയാണ്. അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം 7 ആണ്. നമ്മൾ പഠിച്ചു വെക്കുക. അറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണം സെയിം ആണ്, അതുകൊണ്ട് 7 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 14 നിന്ന് നമ്മൾ 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? യെസ്, 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം 7 എന്ന് എഴുതി. സിമ്പിൾ ആണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ആദ്യത്തെ 18 എലമെന്റുകളുടെയും ബോർ മാതൃക നമ്മൾ വരയ്ക്കുന്നത്. പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ഈ പറഞ്ഞ 18 എലമെന്റുകളിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് വേഗം അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 919 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് മാസ് നമ്പർ ആണ്, ഇത് അറ്റോമിക് നമ്പർ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, 9 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ ഷെല്ലിൽ ഞാൻ 2 ഇലക്ട്രോൺ കൊടുത്തു. ബാക്കിയുള്ള 7 ഇലക്ട്രോൺ ഞാൻ രണ്ടാമത്തെ ഷെല്ലിലാണ് കൊടുക്കുന്നത്. സോ ആദ്യത്തെ ഷെല്ലിൽ ഞാൻ എന്തുകൊണ്ടാണ് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുക്കാൻ കാരണം? മാക്സിമം 2 ഇലക്ട്രോണേ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ, അതുകൊണ്ടാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ രണ്ടാമത്തെ ഷെല്ലിലാണ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ ഞാൻ എത്ര കൊടുത്തു? 9-ൽ നിന്ന് 2 പോയി, ബാക്കി 7 ആണല്ലേ. ബോർ മാതൃക വരയ്ക്കാം. ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ 2 ആണ്. 1 2 വരച്ചു. രണ്ടാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ 1 2 3 4 5 6 7. നമ്മൾ ബോർ മാതൃക വരച്ചു കഴിഞ്ഞോ? ഇല്ല. പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും എഴുതണം. അപ്പൊ ഞാൻ എഴുതുകയാണേ, പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? അറ്റോമിക് നമ്പർ 9 ആയതുകൊണ്ട് 9 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 19-ൽ നിന്ന് നമ്മൾ 9 മൈനസ് ചെയ്യുന്നു അല്ലെ. ഞാൻ എന്ത് ചെയ്തു? 9. ഇനി 19-ൽ നിന്ന് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടി. ന്യൂട്രോണുകളുടെ എണ്ണം 10 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ബോർ മാതൃക വരയ്ക്കാൻ. ഇത് 100% ഷുവർ ആണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഏത് എക്സാം എഴുതുകയാണെങ്കിലും, ഫസ്റ്റ് ടേം ആവട്ടെ, സെക്കൻഡ് ടേം ആവട്ടെ, ആനുവൽ എക്സാം ആവട്ടെ, ഇതിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത എക്സാമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. മെഗ്നീഷ്യം 12 24. ഇതേപോലെ വരയ്ക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എത്രയാണ് വരുന്നത്? 12 ആണ് അറ്റോമിക് നമ്പർ അല്ലേ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 282 ആണ്. ഇവിടെ 3 ഷെല്ലുകൾ ഉണ്ട്. K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. ബോർ മാതൃക വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും എഴുതുന്നു. പ്രോട്ടോൺ 12 ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 24-ൽ നിന്ന് 12 മൈനസ് ചെയ്തു. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, മൈനസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് മൈനസ് ചെയ്യാട്ടോ. ഒരു മാർക്കിന്റെ ചോദ്യമാണത്. അപ്പൊ 24-ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് ലഭിച്ചു അല്ലെ. ഇനി ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇതാ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് കൊടുത്തു. മൂന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോണുകൾ കൊടുത്തു. ഇതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതും വരയ്ക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഏതാണ്? സൾഫർ 1632 ആണ്. ഏതാണ്? സൾഫർ 1632 ആണ് എടുത്തിരിക്കുന്നത്. സൾഫറിന്റെ അറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ 32ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 286 ആണ്. കാരണം K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളത്തുള്ളൂ. L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ കൊള്ളും. ബാക്കിയുള്ള 6 ഇലക്ട്രോണും എവിടെ കൊടുത്തു? മൂന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു അല്ലെ. ഇതിനെ ബോർ മാതൃക വരയ്ക്കുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എഴുതുന്നു, ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുന്നു. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരച്ചു. രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോണുകൾ വരച്ചു. മൂന്നാമത്തെ ഷെല്ലിൽ 6 ആയതുകൊണ്ട് 1 2 3 4 5 6 ഇലക്ട്രോൺസുകൾ വരച്ചു. ബോർ മാതൃക കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ്സേ പ്രോട്ടോണും ന്യൂട്രോണും മിസ് അവിടെ എഴുതിയിട്ടില്ല. ഈ സൾഫറിന്റെ അകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ട്, എത്ര ന്യൂട്രോണുകൾ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ബോക്സിൽ
ഓക്കെ, നിങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ തരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ സൾഫറിന്റെ എസ് എന്ന് പറയുന്നത് സൾഫർ ആണ്. ശ്രീലക്ഷ്മി മിസ്സിന്റെ എസ് അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എസ് എന്ന് പറയുന്നത് സൾഫർ ആണ്. അറ്റോമിക് നമ്പർ 16 ആണ്. മാസ് നമ്പർ 32 ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്നും ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ അത് മാത്രം കമന്റ് ചെയ്താൽ പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായോ, ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ്, കാരണം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായത് കേൾക്കുമ്പോഴാണ് അത് ഏതൊരു ടീച്ചേഴ്സിനും സന്തോഷം ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കോണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മുന്നത്തെ കോണ്ടന്റ് വീഡിയോ എടുത്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് 100% യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ആർഗൻ 1840 നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, മാസ് നമ്പർ കണ്ടുപിടിക്കണം, ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, പിന്നെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ബോർ മാതൃകയും വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ടീച്ചറിനോട് സ്നേഹമുണ്ടെങ്കിൽ, ടീച്ചറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും നിങ്ങൾ ഇപ്പം തന്നെ നാളത്തേക്കൊന്നും മാറ്റി വെക്കണ്ട. ഇനി നോട്ട്ബുക്ക് ഒന്നും എടുത്ത് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. നിങ്ങൾ കയ്യിലുള്ള ബുക്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന അതേ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ 7 പോയിന്റുകളും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ സെറ്റ് ആണെന്നാണ് അർത്ഥം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 100% യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവരെല്ലാവരും നമ്മുടെ കൂടെ ഒന്നിച്ച് പഠിച്ച് വളർത്തേടാ. 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ഒരാൾക്ക് പോലും ടഫ് ആവാൻ പാടില്ല. സോ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇനിയും ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മാം ഇനിയും വരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ആൻസേഴ്സ് തെറ്റാതെ ശ്രദ്ധിച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെ കമന്റ്സും ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. സോ ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിലും ലൈവ് ക്ലാസ്സുകളും കാണാൻ നല്ല മക്കളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.